ഹായ് വ്യൂവേഴ്സ്, വിജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. കണ്ട ഇങ്ങനെയാണ് ഇപ്പോൾ കോലം. എല്ലാ സാധനങ്ങളും മൊത്തം ആ റാക്കിൽ കുത്തി നിറച്ച് വെച്ചിട്ടുണ്ട്. കാരണം ജോലിക്കൊക്കെ പോകണതുകൊണ്ട് എനിക്ക് ഒട്ടും സമയം കിട്ടാറില്ല. പക്ഷെ എന്നാലും ഭയങ്കര വൃത്തികേടാകാൻ ഞാൻ സമ്മതിക്കാറില്ല. ഇടയ്ക്ക് ക്ലീൻ ചെയ്യാറുണ്ട്. ഇങ്ങനെ ഇന്ന് കണ്ടപ്പോൾ എനിക്ക് തലയ്ക്ക് ആകെ എന്തുമാതിരി തോന്നി. അതൊന്ന് ക്ലീൻ ചെയ്യണം തോന്നി. അങ്ങനെ വേണ്ടാത്ത കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതെല്ലാം അതിൽ നിന്ന് എടുത്ത് മാറ്റുകയാണ്. കുറേ എക്സ്പയറി ഡേറ്റ് കളഞ്ഞത് ഒക്കെ ഉണ്ട്, അതൊക്കെ മാറ്റണം. കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിൽ മൊത്തം സാധനങ്ങൾ കുത്തി നിറച്ചിട്ടുണ്ട്. വേണ്ടാത്തതാണ്, മിക്കതും കളയാനുള്ളതാണ്. കസ്റ്റർഡ് പൗഡർ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിച്ചാൽ പിന്നെ ചെയ്തിട്ടില്ല. അപ്പോൾ അത് അങ്ങനെ തന്നെ വെച്ച് കളയാൻ മടിയായതുകൊണ്ട് അങ്ങനെ തന്നെ വെച്ച് മടിയായതുകൊണ്ട് അല്ല, മീൻസ് അത് ഇങ്ങനെ നിറഞ്ഞിരിക്കണല്ലേ, ആകെ കുറച്ച് കാൽഭാഗം കൊണ്ട് യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ കളയാനൊരു ഇത്, അതുകൊണ്ട് അങ്ങനെ തന്നെ വെച്ചു. പിന്നെ എന്തായാലും വൃത്തിയാക്കാൻ തന്നെ തീരുമാനിച്ചു. കാരണം പുറമേയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് അഴുക്കാകുമ്പോൾ തന്നെ തുടച്ചിടാറുണ്ട്. അതുകൊണ്ട് അധികം വൃത്തികേടൊന്നുമില്ല. സാധനങ്ങളൊക്കെ മാറ്റിയതിന് ശേഷം ഞാനൊന്നും കൂടെ തുണി നനച്ചിട്ട് മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്ത് ഉണ്ടല്ലോ അന്ന് വാങ്ങിയത്, അപ്പോൾ അത് വേഗം വെള്ളമൊക്കെ പിടിച്ചോളും. അങ്ങനെ ഫ്രിഡ്ജൊക്കെ ഓഫ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യണത്. അങ്ങനെ എല്ലാം വേണ്ടാത്തതൊക്കെ മാറ്റുകയാണ്. ഇതിപ്പോൾ വേണ്ട സാധനം കേട്ടോ, കറി എടുത്ത് വെച്ചാണ്. പിന്നെ കുറേ പാത്രങ്ങളുണ്ടായിരുന്നു, അതിൽ ഓരോരോ സാധനങ്ങൾ. ഇപ്പോൾ ഈ ഓർഗനൈസറിലുള്ള സാധനങ്ങളൊക്കെ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. കാരണം പച്ചമുളക്, കറിവേപ്പില, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ. അങ്ങനെ ഞാൻ എല്ലാം എടുത്ത് മാറ്റി. എന്നിട്ടൊന്ന് എല്ലാ ഭാഗവും ഒന്നും കൂടെ തുടക്കുകയാണ് ചെയ്യണത് കേട്ടോ. ട്രെയിൽ പാല്, പിന്നെ ബട്ടർ വാങ്ങിച്ചത് ഇതൊക്കെ ഉണ്ടായിരുന്നു. അതിൽ പാൽ വയ്ക്കുമ്പോൾ അങ്ങനെ ചില സമയത്ത് പാലിൻ്റെ ഒരു തുള്ളികളൊക്കെ വീണിട്ട് അങ്ങനെ അഴുക്ക് മാത്രമേ ഉള്ളൂ. ബാക്കി അങ്ങനെ കട്ടിയായിട്ടുള്ള അഴുക്കുകളൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ക്ലീൻ ചെയ്യാൻ ഈസി ആയിരുന്നു. കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ ഡീപ്പ് ക്ലീനിങ് വരുമ്പോൾ നമുക്ക് സുഖമാവും, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അങ്ങനെ എല്ലാം തുടച്ച് വൃത്തിയാക്കി പാലൊക്കെ വെച്ചു. അത് ചീസ് മോളുടെ, പിന്നെ ചോക്ലേറ്റ് സ്പ്രെഡ്, അതൊക്കെ എല്ലാം ആ ഭാഗത്താണ് വയ്ക്കുന്നത്, ഡയറി ഐറ്റംസൊക്കെ. പിന്നെ ഞാൻ എൻ്റെ ഓർഗനൈസർ ഈ അടുത്താണ് ഞാൻ വാങ്ങിച്ചേട്ടാ. നിങ്ങളെല്ലാം കണ്ടു കാണുമോ വീഡിയോ എന്ന് വിചാരിക്കുന്നത്? ഇല്ലെങ്കിൽ പോയി കാണണം കേട്ടോ. അത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ്. നല്ല യൂസ്ഫുൾ പ്രോഡക്റ്റാണ് കേട്ടോ. അത് വന്നുകൊണ്ട് നല്ല വൃത്തിയായിട്ട് എടുത്ത് വയ്ക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. അങ്ങനെ അതും ഒതുക്കി വെച്ചു. പിന്നെ കുറച്ച് ഏലക്ക ഉണ്ടായിരുന്നു, അതൊരു ഡബ്ബയിലാക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ കവർ നല്ല നീറ്റ് കവറായിരുന്നു, അതുകൊണ്ട് അതിൽ തന്നെ വെച്ചു. അങ്ങനെ ഓൾമോസ്റ്റ് ക്ലീനായി. അധികം ഐറ്റംസ് ഒന്നും എൻ്റെ ഫ്രിഡ്ജിലില്ല കേട്ടോ. ഫ്രൂട്ട്സ്, അങ്ങനെയുള്ള ഐറ്റംസ്, മിഠായികൾ അങ്ങനെയൊന്നുമില്ല. കാണാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല ഒതുക്കണ കാണാൻ. കാരണം അധികം ഐറ്റംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഫ്രിഡ്ജിനൊരു ഭംഗി ഉണ്ടാവില്ല. നല്ല അണിഞ്ഞൊരുങ്ങി നിൽക്കുക എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജിനകത്ത് നിറച്ചും സാധനങ്ങൾ വേണം. അതൊന്നും ഇല്ല. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഐറ്റംസ് പുതിയത് വാങ്ങിച്ചിട്ട്, എൻ്റെ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡറൊക്കെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്ന് പുതിയത്. പിന്നെ കസൂരി മേത്തി നല്ലതാട്ടോ. പിന്നെ കുറച്ച് സോസുകൾ പഴയതൊക്കെ കളഞ്ഞു. എൻ്റെ പുതിയ സോസ്, ചില്ലി സോസ്, സോയ സോസ്, ടൊമാറ്റോ കെച്ചപ്പ്, ഇതൊക്കെ പുതിയത് വാങ്ങിച്ചു. പിന്നെ ഞാൻ മറ്റേ ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഫ്രഷ് ക്രീമല്ല, നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന ക്രീം ഉണ്ടല്ലോ, അപ്പോൾ അത് റിച്ചിൻ്റെയാണ്. അത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതുടനെ തന്നെ റെസിപ്പി ഇടാട്ടോ കേക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഫ്രിഡ്ജിൻ്റെ ഭംഗി എന്ന് പറയാൻ. അതായത് കാലിയാണ്, പക്ഷേ ക്ലീനാക്കി. എനിക്ക് തൃപ്തിയായിട്ടാണ്. പക്ഷേ എല്ലാവരുടെയും ഫ്രിഡ്ജിലൊക്കെ കാണിക്കുന്ന പോലുള്ള കുറേ ഐറ്റംസ് ഒന്നും എൻ്റെ കയ്യിലില്ല. വെജിറ്റബിൾ ബോക്സിലും കുറച്ച് ഐറ്റംസേ ഉള്ളൂ. ഞാൻ അങ്ങനെ വാങ്ങിക്കാറില്ല. ഒന്നുകൂടി വാങ്ങിച്ചു വെച്ചാൽ നമ്മളത് യൂസ് ചെയ്യില്ല. അങ്ങനെ അത് ചീഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് സാധനങ്ങൾ ഞാൻ വാങ്ങിക്കാറുള്ളൂ. ആഴ്ചയിൽ 2-3 ഇതായിട്ടുള്ള വെജിറ്റബിൾസ് വാങ്ങിക്കും. അപ്പോൾ ഇനി ഫ്രീസർ ഓൾമോസ്റ്റ് ക്ലീനാണ്. ഇത് തേങ്ങ ചിരണ്ടി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ കുറച്ച് ചിക്കൻ ഉണ്ട്, ഫിഷ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഓൾറെഡി ഞാനെല്ലാം ചെമ്മീൻ കിള്ളാനുള്ളതാണ് കേട്ടോ. അത് സമയമില്ലാത്തതുകൊണ്ട് അങ്ങനെ തന്നെ വെച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി വീണ്ടും കാണാം കേട്ടോ. ഓക്കെ, ബൈ.